നമസ്കാരം. സംസ്ഥാനത്തെ അപ്രതീക്ഷിത വൈദ്യുതി നിയന്ത്രണങ്ങളെ തുടർന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ പ്രവർത്തനം നിലച്ച് കിടപ്പ് രോഗി ശ്വാസം കിട്ടാതെ മരിച്ച സംഭവത്തിൽ KSEBിക്കെതിരെ ജനരോഷവും പ്രതിഷേധവും കനക്കുന്നു. പാലക്കാട് സിവിൽ സ്റ്റേഷന് സമീപം കേനാത്തുപറമ്പ് കലിയങ്കണ്ടത് വീട്ടിൽ M കൃഷ്ണനാണ് KSEBിയുടെ കടുത്ത അനാസ്ഥയ്ക്കിരയായി ദാരുണമായി മരണമടഞ്ഞത്. തടസ്സമില്ലാതെ ഓക്സിജൻ പിന്തുണ ആവശ്യമുള്ള കൃഷ്ണനെ കഴിഞ്ഞ ആഴ്ചയാണ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മാറ്റിയത്. അർദ്ധരാത്രി 12 മണിയോടെ പ്രദേശത്ത് അപ്രതീക്ഷിതമായി വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ കൃഷ്ണന് ജീവൻ നിലനിർത്തിയിരുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ നിശ്ചലമാകുകയായിരുന്നു. മിനിറ്റുകൾക്കകം രോഗിയുടെ ഓക്സിജൻ ലെവൽ 3940 താഴ്ന്നു. പരിഭ്രാന്തരായ വീട്ടുകാർ ഉടൻ തന്നെ പാലക്കാട് KSEB ഓഫീസിലേക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അവിടെ നിന്നുമുണ്ടായത് മനുഷ്യത്വരഹിതമായ പ്രതികരണമാണ്. എന്തുകൊണ്ട് വീട്ടിൽ ഇൻവേർട്ടർ വാങ്ങിവെച്ചില്ല എന്നും തങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനാകില്ല എന്നുമുള്ള KSEB ഉദ്യോഗസ്ഥരുടെ ക്രൂരമായ വാക്കുകൾ കുടുംബത്തെ കൂടുതൽ തളർത്തി. തുടർന്ന് രാവിലെ 6 മണിയോടെ കൃഷ്ണൻ മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ഹോം നേഴ്സും സാമൂഹ്യ പ്രവർത്തകയുമായ ചിത്ര അഭയ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് KSEBയുടെയും സർക്കാരിന്റെയും ക്രൂരമായ അനാസ്ഥ പുറത്തുവിട്ടത്. എല്ലാവർക്കും ലക്ഷങ്ങൾ വിലയുള്ള ഇൻവേർട്ടറുകളും ഓക്സിജൻ സിലിണ്ടറുകളും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകില്ലെന്ന യാഥാർത്ഥ്യം ഭരിക്കുന്നവർ ഓർക്കണമെന്ന് ചിത്ര വേദനയോട് ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്ത് അപ്രഖ്യാപിത പവർ കട്ടുകൾ തുടരുന്നതിനിടയിൽ സംഭവിച്ച ഈ ദാരുണാന്ത്യത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അനാസ്ഥ കാട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് കൃഷ്ണന്റെ കുടുംബം പോലീസിലും KSEB അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ സംഭവത്തിൽ KSEBയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇതിനിടെ വിഷയത്തിൽ വിമർശനവുമായി മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രംഗത്ത് വന്നു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു വിമർശനം. പോസ്റ്റ് ഇങ്ങനെയാണ്: കേരളത്തിൽ പവർ കട്ടിൽ ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചു. അങ്ങേയറ്റം ദുഃഖകരമാണ്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിച്ച് രോഗിയാണ് മരിച്ചത്. കറണ്ട് പോയപ്പോൾ സാച്ചുറേഷൻ കുറഞ്ഞു. KSEB ഓഫീസിൽ കുടുംബാംഗങ്ങൾ വിളിച്ചപ്പോൾ ഇൻവേർട്ടർ എന്തുകൊണ്ട് വാങ്ങിയില്ല എന്ന് ചോദിച്ചത്രേ. ഇൻവേർട്ടറും ജനറേറ്ററും വാങ്ങാൻ കഴിയാത്ത അനേകം കുടുംബങ്ങളുണ്ട്. ആരോഗ്യ പ്രവർത്തക ചിത്ര അഭയയുടെ കുറിപ്പാണ് ഈ സങ്കടകരമായ സംഭവം പുറംലോകത്തെ അറിയിച്ചത്. ഹൃദയഭേദകമാണ്. സർക്കാരിന്റെ അനാസ്ഥയിൽ ജീവനുകൾ നഷ്ടപ്പെടുന്നു. അതീവ ഗൗരവതരമാണ് സാഹചര്യം. ഹൃദയഭേദകമായ ഈ വാർത്ത കണ്ടപ്പോൾ കോവിഡ് കാലമാണ് ഓർമ്മ വന്നത്. കോവിഡ് കാലത്ത് ഓക്സിജൻ കിട്ടാതെ കേരളത്തിൽ ആരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ആശുപത്രികളിലെ ഓക്സിജൻ സ്വയം പര്യാപ്തമാക്കുകയും ഓക്സിജൻ ബെഡുകൾ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തത്. വീടുകളിലെ കിടപ്പ് രോഗികൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ സർക്കാർ ലഭ്യമാക്കുന്നതിന് പുറമെ പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണ ഉറപ്പാക്കിയും ലഭ്യമാക്കിയിരുന്നു. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടർ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ സന്ദർശിച്ച ശേഷം ഡൽഹിയിൽ ചെന്നിട്ട് എന്നെ ഒരിക്കൽ ഫോൺ വിളിച്ചു. കോവിഡ് 2ാം തരംഗത്തിന്റെ സമയം. 2ാം തരംഗത്തിനാണ് ഓക്സിജൻ സപ്പോർട്ട് ഏറ്റവും ആവശ്യമായിരുന്നത്. 2021 സെപ്റ്റംബറിലോ മറ്റോ ആണ്. തീവ്രമായ ഡെൽറ്റ തരംഗത്തിൽ കേരളത്തിൽ ആളുകൾ ഓക്സിജൻ കിട്ടാതെയും വെന്റിലേറ്റർ കിട്ടാതെയും ഒക്കെ മരണമടയുന്നുണ്ടാകാം എന്ന് പ്രതീക്ഷിച്ചാണ് കേരളത്തിൽ വന്നതെന്നും അങ്ങനെ ഒരു പ്രതിസന്ധി കേരളത്തിൽ ഇല്ല എന്ന് കണ്ട് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി വിളിച്ചതാണെന്ന് പറയുകയും ചെയ്തു. ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിച്ച് സ്വയം പര്യാപ്തമാകാൻ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇന്ന് കറണ്ട് കട്ട് മൂലം ഓക്സിജൻ ലഭ്യത കുറഞ്ഞ് കേരളത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നു. 3 മാസം മുമ്പ് വരെ കറണ്ട് കട്ട് എന്തെന്ന് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. കറണ്ട് കട്ടാകുമോ എന്ന് അവർ അന്ന് അത്ഭുതപ്പെട്ടിരുന്നു. ഇന്ന് ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പവർ കട്ട്. മാത്രമല്ല അതിന്റെ എല്ലാ പ്രശ്നങ്ങളിലൂടെയും സമൂഹം കടന്നുപോവുകയും ചെയ്യുന്നു. സർക്കാർ നിസ്സംഗത വെടിയണമെന്നുമാണ് ആ കുറിപ്പ്. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. വൈദ്യുതി ലഭ്യതയിലെ കുറവും ഉൽപ്പാദന പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടി പല ജില്ലകളിലും പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായി വൈദ്യുതി നിയന്ത്രണം തുടരുന്നതായി ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നു. മണിക്കൂറോളം നീളുന്ന വൈദ്യുതി മുടക്കം ആശുപത്രികൾ, ക്ലിനിക്കുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾ എന്നിവരെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ദിവസേന മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ചികിത്സാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നതും മത്സ്യ വ്യാപാര മേഖല ഉൾപ്പെടെ നിരവധി മേഖലകൾ പ്രതിസന്ധിയിലാകുന്നതും ചൂണ്ടിക്കാട്ടി ജനങ്ങളും വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളെ ആശ്രയിച്ച് വീടുകളിൽ കഴിയുന്ന രോഗികളുടെ വിവരങ്ങൾ ശേഖരിച്ച് വൈദ്യുതി മുടക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പ്രത്യേക മുൻകരുതൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കൃഷ്ണന്റെ മരണത്തിൽ അന്വേഷണം നടത്തി ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കുടുംബത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യം.